രാവിലെ ചെട്ടിക്കാട് പള്ളി പോയി പുണ്യാള നടയിൽ നമ്മുടെ പൊന്നപ്പനെ എഴുത്തിനിരുത്തിയിട്ടാ. നേരത്തെ തൊട്ടുള്ള പ്രാർത്ഥനയും ആഗ്രഹമായിരുന്നു പുണ്യാള നടയിൽ കൊണ്ട് എഴുത്തിനിരുത്തണമെന്ന്. എഴുതിക്കാനായിട്ടുള്ളൊരു സമയം ആയിട്ടൊന്നും ഇല്ല, സ്കൂൾ വിടാനും ആയിട്ടില്ല. എന്നാൽ നമ്മളിവിടെ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് എഴുതാമെന്ന് വിചാരിച്ചിട്ടാണേ. അതെല്ലാം കഴിഞ്ഞത് ഇപ്പോൾ വീട്ടിൽ പോണേ, ചെല്ലാൻ തോണേണ്ടാ. എനിക്കാണെങ്കിൽ നല്ലോണം ഉറക്കം വരണുണ്ട്. ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ടാണ്. എൻ്റെ പൊന്നപ്പൻ്റെ തലയിലൊരു തൈത്തങ്ങ ഉണ്ട്, അത് ഞാനിപ്പോഴായിട്ട് കെട്ടിക്കൊടുക്കണേണ്ട. എത്തിയിട്ടില്ല മുടി അങ്ങനെ കെട്ടാനായിട്ട്, എന്നാലും എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ കെട്ടിക്കൊടുക്കൂട്ടാ. പോണ വഴിക്ക് ഞാൻ ഈ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ സ്റ്റാച്ചു കണ്ടേക്കണത്. എനിക്കിതുവരെ അറിയില്ലായിരുന്നത് ഇങ്ങനെ ഒരു സ്റ്റാച്ചു ഇതിൻ്റെ മുകളിലുണ്ടെന്ന്. എന്തായാലും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. നേവൽ ബേസ് എത്തിയപ്പോഴേക്കും പാനിപ്പൂരിയുടെ കടയെത്തി. ഇവിടെ ചെന്ന് എപ്പോഴും ഞാൻ പാനിപ്പൂരി കഴിക്കൂട്ടാ. നമ്മുടെ പൊന്നപ്പൻ അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും ടേസ്റ്റ് നോക്കാൻ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. ഇയാൾക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല കേട്ടോ, എന്നാലും ടേസ്റ്റ് നോക്കാൻ കൊടുക്കണം, ടേസ്റ്റ് എന്താണെന്ന് അറിയിക്കണം, അത്രേ ഉള്ളേ. അങ്ങനെ ഇവിടെ പാനിപ്പൂരിയും ബേൽപൂരിയും മസാലപ്പൂരിയൊക്കെ കഴിച്ചിട്ടാ. എനിക്കാണെങ്കിൽ നല്ലോണം ഉറക്കവും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വണ്ടി ഓടിക്കുമ്പോൾ സൈഡ് സീറ്റിലിരുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ പിടിച്ചിരുന്നേ. ഇതുപോലെ എന്തെങ്കിലും കഴിക്കാനും കുറയ്ക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഉറക്കം വരില്ല കേട്ടാ. നമ്മൾ തോമ്പടി പാലം കാണുമ്പോൾ ഒരു പ്രത്യേക വികാരം കേട്ടാ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി വിശേഷമായിട്ട് നമുക്ക് നെക്സ്റ്റുകൾ കാണാം. ടാറ്റ ബൈ ബൈ, സി യു.